ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എടവനക്കാരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ താമരയുടെ തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനീഷനെ കാണാൻ വന്നിരിക്കുകയാണ്. വിനീഷ് ഏട്ടൻ നല്ലൊരു കർഷകനാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, വിനീഷനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് ഒരു കിടിലൻ കൃഷി, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഓണക്കാലമൊക്കെ ആയിട്ട് ഒരു പൂക്കൃഷി കാണിക്കാൻ വേണ്ടിയിട്ടാണോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു പൂ പറിക്കുന്ന തിരക്കിലായിരുന്നു. കാരണം ഇന്നലത്തെ മഴയത്ത് കുറച്ച് പൂവൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. പ്രത്യേകിച്ച് രാവിലെ തന്നെ ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് ഒരു പൂ പറിക്കുന്നത്. അപ്പോൾ ആ ഒരു കാമാൻകുള അന്തരീക്ഷത്തിൽ നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. മൊത്തത്തിൽ ഇതൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ആ ഈ വീടിന് മുകളിലാണ് ഈ ഒരു അടിപൊളിയായിട്ട് നല്ല അടക്കും ചിട്ടയോടെ ഈ ഒരു കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വിനീഷേട്ടൻ. അപ്പോൾ വിനീഷേട്ടനായിക്കോട്ടെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ എത്ര വർഷം മുമ്പാണ് കൃഷി സ്റ്റാർട്ട് ചെയ്തത്? വീടിൻ്റെ മുകളിൽ ഒരു 6 കൊല്ലം 7 കൊല്ലം ആയിട്ടുണ്ട് കൃഷി. എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങാൻ ഇതിൻ്റെ ഒരു ആശയം, എങ്ങനെ ഇത് തുടങ്ങാന്നുള്ള രീതി വന്ന മുകളിൽ? സാധാരണ ആളുകൾ ഇത്രയും ഭംഗിയിൽ ചെയ്യണ കാണാറില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അടക്കം ചിട്ടയാൻ വേണ്ടി എവിടെ എന്തിനും ഇതുപോലെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഈ കൃഷിഭവൻ്റെ? അങ്ങനെ ഇതിൻ്റെ ഒന്നുമില്ല, നെൽകൃഷിയുടെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നെൽകൃഷി ചെയ്യുമായിരുന്നു ഇവിടെ നമ്മുടെ പാടത്തല്ലേ? പാടത്ത് ഇപ്പൊ ഒരു 3-4 കൊല്ലമായിട്ട് നമുക്കത് വലിയ ഗുണമായിട്ട് വന്നില്ല. കൃഷി അങ്ങാട് എല്ലാവരും കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് മെച്ചമുണ്ടാവുള്ളൂ. അതെ അതെ, എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യണം. അത് ചിലവ് കൂടുതൽ. ഈ ഗ്രോ ബാഗിന്റെ ആശയം എങ്ങനെയാണോ? അതായത് ഈ നമ്മൾ ഈ സ്ഥലപരിമിതി കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഇത് തന്നെയാണ്? പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലും വല്ല ആനുകൂല്യം കിട്ടുന്നത്? ഈ പൂക്കൃഷിയിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഇതുപോലെ തന്നെ പുഴുക്കൾ അങ്ങനെ എന്തെങ്കിലും? പുഴുക്കള് കാര്യമായിട്ടില്ല. അതിനൊരു അവസരം നമ്മൾ കൊടുക്കണില്ല. ഇതിപ്പോ മഴയില്ലാത്ത സമയത്താണെങ്കിലേ വെള്ളം എങ്ങനെയാണ്? 2 നേരം. ഇപ്പൊ KSRTC എന്തായിട്ടാ വർക്ക് ചെയ്യണം? അപ്പൊ മെക്കാനിക്കായിട്ട് ഒരു 10 വർഷത്തിന് മേലാണ് നമ്മൾ പരിചയം. അന്ന് തന്നെ ഒരു 10 വർഷത്തിന് മുമ്പാണ് എനിക്ക് തോന്നുന്നു അവിടെ വന്നേക്കണേ. ഞാനും 10 വർഷത്തിന് മേലെ ആയിരുന്ന പോലെ. 2008 തൊട്ടുണ്ട്. വിനീഷേട്ടാ, ഇത് എത്ര നാളെടുക്കും ഈ ഒരു പൂവായി വരാൻ? 2.5 മാസം എടുക്കും അല്ലേ? നേരത്തെ ചീര കൃഷി ആയിരുന്നില്ലേ? ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഇതിൽ നിന്ന് കൃഷി വകുപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടുന്നുണ്ടോ, സഹായം? വിനീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളി KSRTCയിലാണ് വർക്ക് ചെയ്യണം. KSRTCയിലെ റീജിയണൽ വർക്ക്ഷോപ്പിൽ ആലുവയിലാണ്. അപ്പോൾ ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ചേച്ചിയുടെ പേര് സുമിത എന്നാണ്. ചേച്ചി ഇവിടെ ആലുവയിൽ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് 2 മക്കളാണുള്ളത്. 2 പേരും ഈ ഒരു പൂ പറിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഓടി കിടക്കുന്നുണ്ടായിട്ടോ നമ്മൾ വന്നപ്പോൾ. ടോട്ടൽ ഒരു 12 വർഷമായി അദ്ദേഹം ഈ ഒരു കൃഷിയുടെ മേഖലയിൽ നിൽക്കുന്നത്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 200 ഗ്രോ ബാഗിലാണ് കേട്ടോ ഈ ഒരു പൂക്കൃഷി അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം വച്ചുപിടിച്ചിരിക്കുന്നത്. അല്ല, ആദ്യം ഈ ചീര കൃഷി ലാഭകരമായിരുന്നോ? ആ ലാഭമൊക്കെ തന്നെ, എല്ലാ കൃഷിയും ലാഭം നമ്മുടെ വെച്ച്. ഈ ശരിക്കും 3 മാസമല്ലേ വരുന്ന ഈ പൂവിന്റെ? 3 മാസം. വിനീഷേട്ടൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഫ്രീ ടൈമിലാണോ ഈ കൃഷി ചെയ്യുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാവാൻ ചെയ്തു. അത്രയും അടിപൊളിയാണ്, അത്രയും മനോഹരമായ കാഴ്ചകളുമാണ്. ഇതിപ്പോ ഈ പൂ ഒറ്റ പ്രാവശ്യം എടുക്കുമ്പോൾ എത്ര കിലോത്തോളം ഉണ്ടാവും? ഒരു 25 കിലോ 30 കിലോ 80 കിലോ 100 കിലോ എടുക്കാറുണ്ടായിരുന്നു. അതെ, നമ്മളെ ജോലി തിരക്കുള്ള ഇടയിൽ ഒരു മാനസിക ഉല്ലാസം കൂടിയാണ് കൃഷിയല്ല. അപ്പൊ കുറെ കഴിയുമ്പോൾ അതന്നെ അതന്നെ. വിനീഷറിൻ്റെ ഈ ഒരു കൃഷി രീതിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കമൻറ്റ് രൂപത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.